ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പേപ്പറിൻ്റെ ആ ഒരു GSM ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ആ രീതി തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഡ്രോയിങ് കുറച്ച് താഴേക്ക് ഇറക്കിയാണ് വരയ്ക്കുന്നത്. അതായത് നമ്മൾ ആ താഴെ പേപ്പറിൻ്റെ എൻഡ് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് 2 കോളംസ് നമ്മൾ ഒഴിവാക്കിയിട്ട് താഴോട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പേപ്പർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് ഇമേജും അതുപോലെ തന്നെ ഞാൻ വരച്ചേക്കുന്നതിൻ്റെ ആ ഒരു ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഫോട്ടോ വിജയുടെ ഒരു പഴയൊരു ഫോട്ടോ ആണ്. അപ്പം ഖുഷി എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ഫോട്ടോ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നമ്മൾ കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള കളർ പെൻസിലൊക്കെ നിങ്ങൾ എടുത്ത് സെറ്റാക്കി വെച്ചേക്കാം അടുത്തൊരു പാർട്ടാകുമ്പോഴത്തേക്കും. പിന്നെ ഏത് കളർ പെൻസിലാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് കളർ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്ത സമയത്ത്, മോഹൻലാലിൻ്റെ ആ ഡ്രോയിങ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ഏത് കളർ പെൻസിലാണ് വാങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങളിലുള്ള പെൻസിൽ ഏതാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മൾ ബ്രിസ്റ്റോൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള സെറ്റ് അതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഡോംസിൻ്റെ സെറ്റാണ്. ഡോംസിൻ്റെ എനിക്ക് എല്ലാ കളേഴ്സും ഇല്ല. അപ്പം അതുപോലെ തന്നെ ബ്രിസ്റ്റോടെ ആണെങ്കിൽ നമുക്ക് സ്കിൻ കളറാണ് കൂടുതലും അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം സ്കിൻ കളർ അതിനകത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് ആ സെറ്റ് ഞാൻ വാങ്ങിയത്. അപ്പോൾ നിങ്ങളത് വാങ്ങണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റൊക്കെ കുഴപ്പമില്ലെങ്കിൽ മാത്രം അത് ആ സെറ്റ് വാങ്ങിയാൽ മതി. പിന്നെ ഇപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് ഓരോരുത്തരെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കമൻറ്റ് സെക്ഷൻ നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കൂടുതലും പഴയ, അതായത് നമ്മൾ ആദ്യം കമൻറ്റ് ചെയ്ത് ഏതാണോ അത് നോക്കിയായിരിക്കും നമ്മൾ വരയ്ക്കുക. അപ്പോൾ പുതിയ കമൻറ്റ് വരുന്ന സമയത്ത് അതും പിന്നെ വരയ്ക്കാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ പിന്നീട് വരയ്ക്കാൻ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെയും ആ ഒരു കമൻറ്റ് റിപ്പീറ്റ് വരും. അപ്പം അതെടുത്ത് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അടുത്തയാൾ കമൻറ്റ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞാൽ വരച്ചില്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പരാതികളും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം കമൻറ്റ് സെക്ഷൻ നോക്കി ഒരുപാട് അങ്ങ് വരയ്ക്കാത്തത്. കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇങ്ങനെ ഓരോന്നിടത്ത് നോക്കി വരച്ച് പോകേണ്ടതായിട്ട് വരും. സത്യം പറഞ്ഞാൽ ഒരുപാട് ഡ്രോയിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത് ഒരുപാട് ഡ്രോയിങ് ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചാനൽ ഞാൻ ഏകദേശം ഒരു 700 വീഡിയോയ്ക്ക് മുകളിൽ കണ്ട് ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം 700 വീഡിയോ ചെയ്ത് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത ഡ്രോയിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ചെറിയ ഡ്രോയിങ് ഒക്കെ ചെയ്ത് പോയെന്ന് പറഞ്ഞാലും പിന്നീടൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യുന്ന ഡ്രോയിങ് ആയിരിക്കും കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ പറയേണ്ടത്, നമ്മളിപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യേണ്ടി വരും. എപ്പോഴും ഡ്രോയിങ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ഡ്രോയിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ സമയം പോകുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യാൻ സമയം കിട്ടാതെ പോകുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പ്രശ്നം, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു കമൻറ്റ് നോക്കി ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ പല കമൻറ്റുകളും നമ്മൾ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം കൊണ്ടാണ് പല ഡ്രോയിങ് നമ്മൾ ചെയ്യാണ്ട് പോകുന്നത്. അല്ലാണ്ട് മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്നതല്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ പലരും വിചാരിക്കുന്നതാണ് ഞാൻ പറയുന്നത് വരയ്ക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, പല കമൻറ്റുകളും നമുക്ക് നോക്കി വരയ്ക്കാനുള്ള സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്നുണ്ട്. മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ പോലും പല കമൻറ്റുകളും നമുക്ക് മറന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നീട് ചെയ്യാനായിട്ട് വെച്ചാൽ പോലും പിന്നീട് നമ്മളത് ഓർക്കത്തില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കുറേ പേരൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് ഡ്രോയിങ്ങൊക്കെ അയച്ചു തരുന്നുണ്ട്. അയച്ചു തന്നിട്ട് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനും നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒരു സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് സത്യമായിട്ടും. ഇനി മുന്നോട്ടുള്ള സമയത്ത് കൂടുതലായിട്ടും ഡ്രോയിങ് ടിപ്സുകളൊക്കെ ആയിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. അതായത് ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഈ ചാനൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അവധിക്കാലമൊക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തുടക്കം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്.